ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ചക്കയിൽ നിന്ന് തുടങ്ങാം. ഇന്നൊരു ലോക്ക്ഡൗൺ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ കുത്തിരിക്കുകയായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ്, കുറേ ദിവസമായി വീട്ടിൽ കുത്തിയിരുന്നിട്ട്. അങ്ങനെ എന്ത് പണി ചെയ്യും, വെറുതെ ഇരുന്ന് മടി പിടിക്കുമ്പോഴത്തേക്കും ചക്കയുടെ നല്ല മണം വന്നിട്ടോ. അപ്പോൾ നല്ല പകുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ ഞാൻ മുറിക്കാനായിട്ട് ചെന്നു കേട്ടോ. പക്ഷേ ഭയങ്കര പാടായിരുന്നു. ഞാൻ അത് മുറിക്കുന്ന അവസ്ഥ കണ്ടിട്ട് ഉമ്മ പറഞ്ഞു, ഞാൻ മുറിച്ച് തരാം, നീ മാറിക്കുന്നു. അങ്ങനെ മുറിച്ച് തന്നിട്ട് അതിൻ്റെ അല്ലൊക്കെ എടുത്ത് മാറ്റി വെക്കാൻ കേട്ടോ. അങ്ങനെ തിന്നാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളൊക്കെ എന്തോ ഒരു പുറം ഭാഗമൊക്കെ നല്ല കാണാൻ നല്ല ക്ലീൻ ഉണ്ടെങ്കിലും അകത്ത് എന്തോ ഒരു പാടുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ചക്കപ്പം ഉണ്ടാക്കാം. എൻ്റെ ഉമ്മ നല്ല അടിപൊളി ചക്കപ്പം ഉണ്ടാക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ നല്ല വിശപ്പുണ്ടായിരുന്നു, ചക്ക തിന്നാന്നുള്ള പൂതിയിൽ വന്നതാണ്. പക്ഷേ നല്ല ടേസ്റ്റ് മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ മാഗി ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു, എവിടെ പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നമ്മൾ അവസാനം ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഇത് ചക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ അരച്ച് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ മാഗി ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രാത്രി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ പോവുക. ഇങ്ങനെ വെറുതെ കുത്തിയിരുന്ന കുറച്ച് സമയം കൂടി ഞങ്ങൾ ബീച്ചിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മോളെയും സിസ്റ്ററിനൊക്കെ ഞാൻ കൊണ്ടുപോയത്. ഇന്ന് നേരെ നമ്മൾ കുഴിമന്തിയിലേക്ക് പോയി. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോൾക്ക് ഒരു വാശിയായിരുന്നു മജ്‌ലിസിലിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാന്നുള്ളത്. പക്ഷേ ഫുഡ് കൊണ്ടുവന്ന് വന്നപ്പോഴാണ് മനസ്സിലായത് ഫുഡ് ഇവിടെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ടേബിളിലിരുന്ന് കഴിക്കുന്നത്ര ഒരു കംഫർട്ടബിളൊന്നും ഉണ്ടാവില്ല താഴെ ഇരുന്ന് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. കുറച്ച് എരിവുണ്ടായിരുന്നു. നമ്മൾ പെരി അൽഫാം മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് പോകാൻ നേരത്തെ ഒരു പണി കിട്ടി ഗൈസ്. എൻ്റെ കാറ് സ്റ്റാർട്ടാവണില്ല. കുറച്ച് ദിവസമായിട്ട് എന്തോ ബാറ്ററി ഡൗൺ ആയി പോവാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വണ്ടിയൊക്കെ വിളിപ്പിച്ച് അത് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ അവിടെ. പിന്നെ നമ്മൾ നേരെ പോയിട്ട് ആൻറ്റിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഒരു ചായയും എല്ലാം ഉണ്ടൊക്കെ കഴിച്ചോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.